തിരുവനന്തപുരത്ത് നിന്ന് ഷീജ കൂടി വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി ചേരുകയാണ്. ഷീജ, അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ പ്രതിഷേധം തിരുവോരങ്ങളിൽ അലയടിക്കുന്നതാണ് നമുക്കിന്ന് കാണാൻ കഴിഞ്ഞത്. LDFന്റെ പ്രതിഷേധ ധർണയിലേക്ക് ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. കേരളം ഒറ്റക്കെട്ടായി വയനാടിനായി കൈകോർത്ത മണിക്കൂറുകളാണോ കടന്നുപോയത്? തീർച്ചയായും മനു, അക്ഷരാർത്ഥത്തിൽ കേരളം വയനാടിന് വേണ്ടി കൈകോർക്കുന്ന മണിക്കൂറുകൾ തന്നെയാണ് ഈ കഴിഞ്ഞു പോയതെന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ചും കേരളം ഒന്നാകെ ആ ഒരു ആവശ്യത്തിന് വേണ്ടി രംഗത്തിറങ്ങുകയായിരുന്നു, ഇന്ന് തെരുവുകളിലേക്ക് ഇറങ്ങുകയായിരുന്നു. ഇതിൽ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ രാജ്ഭവന് മുന്നിലേക്കാണ് പ്രതിഷേധം മാർച്ചും ധർണയും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. മറ്റു ജില്ലകളിലേക്ക് കടക്കുകയാണെങ്കിൽ ഓരോ ജില്ലയിലും അതാത് ജില്ലകളിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിലായി ഈ പ്രതിഷേധ പരിപാടി നടന്നത്. ഇതിൽ തിരുവനന്തപുരത്ത് CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്ററാണ് ഇത് ഉദ്ഘാടനം ചെയ്ത് ഈ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത്. ഇതിൽ അദ്ദേഹം സൂചിപ്പിച്ച കാര്യങ്ങളും ഇത് തന്നെയാണ്. അതായത് സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഒരു ദുരന്തമുണ്ടായപ്പോൾ അവിടെ എത്തി ആ ദുരന്തത്തിന്റെ വ്യാപ്തി നേരിട്ട് മനസ്സിലാക്കിയ വ്യക്തിയാണ് പ്രധാനമന്ത്രി. അപ്പോൾ കേരളം പ്രതീക്ഷിച്ചിരുന്നത് വലിയ സഹായം ലഭിക്കും, അതിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ്. പക്ഷേ അത്തരത്തിലൊന്നും തന്നെ ഉണ്ടായില്ല. ഇപ്പോൾ 4 മാസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് MP-മാർ കേരളത്തിൽ നിന്നുള്ള MP-മാരെല്ലാം ഒറ്റക്കെട്ടായി അവിടെ കേന്ദ്രത്തിന് മുന്നിൽ ഒരു നിവേദനം സമർപ്പിച്ചത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പോരാട്ടമാണ് സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ വലിയ തോതിൽ പ്രതിസന്ധിയിലായിരുന്നു. പക്ഷേ അപ്പോഴും സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ചെയ്യുന്നു. പ്രത്യേകിച്ചും അവിടുത്തെ വയനാടിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ടുള്ള നടപടികൾ വേഗത്തിലാക്കിയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. ലോകത്തിന് പോലും മാതൃകയാകുന്ന തരത്തിലുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് പൂർണ്ണമാകണമെങ്കിൽ കേന്ദ്രത്തിന്റെ സഹായം കൂടി ലഭ്യമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിനെതിരെ കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെയാണ് ഈ ശക്തമായ ഭാഷയിലുള്ള ഈ ഒരു പ്രക്ഷോഭം. ഈ പ്രക്ഷോഭം ഒരു മുന്നറിയിപ്പായി കേന്ദ്രം കാണേണ്ടതുണ്ട്. ഇല്ലാത്ത പക്ഷം വലിയ പ്രക്ഷോഭം ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കിയത്. ഏതായാലും ആയിരങ്ങളാണ് ഈ സംസ്ഥാനത്തൊട്ടാകെ നടന്നിട്ടുള്ള ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായത് എന്നുള്ളതിൽ സംശയമില്ല. ഇപ്പോൾ ഈ പ്രക്ഷോഭം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. മനു, ശരി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന വ്യാപകമായി നടന്ന പ്രതിഷേധത്തിൽ ആയിരങ്ങളാണ് പങ്കാളികളായത്. തിരുവനന്തപുരത്ത് നിന്നാണ് ഷീജ സംസാരിച്ചത്.